കൽപ്പിച്ചതുപോലെ ഞാൻ ചിന്തിച്ചു, വളരെ ചിന്തിച്ചു. എന്നിട്ട് മറുപടി എഴുതി. പെണ്ണ് കുറേയധികം കടിക്കുന്നു. മാളികയുടെ മുകൾ തട്ടിൽ ഇരുന്നുകൊണ്ട് താഴെ നിൽക്കുന്ന ആശ്രിതനോട് പറയുന്നത് പോലെ. അത് പാടില്ല പെണ്ണെ, താഴ്ത്തു വരൂ, ഒപ്പം ഇരുന്ന് വർത്തമാനം പറയാം, അധികം കിടന്ന് തുള്ളരുത്. ഹമ്പ, ഞാൻ സത്യം പറഞ്ഞതാണല്ലോ ഈ കുഴപ്പത്തിനെല്ലാം കാരണം. ദുഃഖത്തിൻ്റെ കൂടെ ഉത്കണ്ഠയും ഉണ്ടാവണ്ട എന്നുദ്ദേശിച്ചാണ് പറഞ്ഞത്. എന്നെ ഒരു സഹോദരനായിട്ട് വേണമല്ലേ? തരാം, തരാം. ഞാൻ എഴുതി. പ്രിയപ്പെട്ട സഹോദരി. ഭവതിയുടെ എഴുത്ത് വായിച്ചു. മറുപടി എഴുതും മുമ്പ് വളരെ ചിന്തിച്ചു. അല്പം ഒന്ന് ആലോചിക്കണേ. ദേവിക്ക് എന്താണ് ഒരു പ്രത്യേകത മറ്റു സ്ത്രീകളെക്കാൾ? എന്ത് വിശേഷമുണ്ട്? ഈ നാട്ടിലെ നില ദേവിക്കറിയാമല്ലോ. 1.25 അണ മുതൽ 100 രൂപ വരെയാണ് ഈ നാട്ടിൽ സ്ത്രീകൾക്കുള്ള വില. ശരിക്കും മനസ്സിലാക്കണം. ഞാനൊരു പെൺകുതിയനല്ല. സരസ്വതി ദേവി എന്ന എൻ്റെ സഹോദരിക്കറിയാമല്ലോ. എനിക്ക് ഒരുപാട് യുവതികളെ പരിചയമുണ്ട്. പെണ്ണുങ്ങളുടെ പുറകെ മണത്ത് നടക്കുന്നവനല്ല. എനിക്ക് കാമപരമായ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വരുത്തും. എങ്ങനെയാണെന്നോ? പണം കൊടുക്കും. ഞാൻ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് നരകിച്ച് വേദനിച്ച് എഴുതി അല്പസ്വല്പം സമ്പാദിച്ചിട്ടുണ്ട്. ആരോടും ഉത്തരം പറയണ്ട. ഇഷ്ടം പോലെ എനിക്ക് കൊടുക്കാം. എന്നെ നോക്കി മന്ദഹസിച്ചതിന്, എന്നെ ആലിംഗനം ചെയ്തതിന്, എന്നെ എന്തിന് അവർ പ്രതീക്ഷിക്കാത്ത വലിയ സംഖ്യ ഞാൻ കൊടുക്കും. ഇതൊക്കെ ഒരന്തസ്സെന്ന നിലയ്ക്ക് പറയുകയല്ല, സത്യം രേഖപ്പെടുത്തുന്നതെന്ന് മാത്രം. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാം എന്ന് മാത്രം. ദേവിക്ക് വിശേഷമായി എനിക്ക് എന്തുണ്ട് തരാൻ? എൻ്റെ ലൈംഗികമായ ആവശ്യത്തിനാണോ ഞാൻ ദേവിയെ സ്നേഹിക്കുന്നത്? ആലോചിച്ച് നോക്കുക. ഞാൻ ദേവിയുടെ പിറകെ മണത്ത് നടന്നിട്ടില്ല. ഉണ്ടോ? എനിക്ക് ദേവിയോട് അനുകമ്പ തോന്നി, സ്നേഹം തോന്നി. രണ്ടും മറച്ചു. എന്നിട്ട് വെറുക്കാൻ ശ്രമിച്ചു, മറക്കാൻ ശ്രമിച്ചു. രണ്ടും ഫലിച്ചില്ല. ഞാൻ പോന്നു. ഞാൻ ദേവിയെ തെറ്റിദ്ധരിച്ചെങ്കിൽ ദേവിക്കെന്ത്? ദേവി ആരാണ്? അല്പം ഒന്ന് ശ്രദ്ധിക്കണേ. എനിക്ക് ധാരാളം സ്ത്രീകളെ പരിചയമുണ്ടെന്നറിയാമല്ലോ. ഈ സംഗതി ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. പലരും എനിക്ക് എഴുതുന്നുണ്ട്. ആരും എന്നോട് എഴുത്ത് മടക്കി ചോദിച്ചിട്ടില്ല. ഞാൻ അതിലിരിക്കുകയല്ല. എനിക്ക് ജോലിയുണ്ട്. പോരെങ്കിൽ ആ പ്രായവും കഴിഞ്ഞു പോയി. കേൾക്കണേ, ഞാൻ ഇതുവരെ ഒരു പെണ്ണിനെ ചതിച്ചിട്ടില്ല. ഗർഭമുണ്ടാക്കി വഴിയാതരമാക്കി വിട്ടിട്ടില്ല. മനസ്സിലാക്കണേ. പ്രഭുമാരികളെയും അതിനേക്കാൾ അപ്പുറത്തുള്ളതിനെയും എനിക്ക് പരിചയമുണ്ട്. ശരിക്കും ഓർത്തോ. പ്രിയമുള്ള ദേവി, വേദനിപ്പിക്കാനല്ല ഞാനിത് എഴുതുന്നത്, തമ്മിലറിയാൻ. മുമ്പ് ഒരു 6 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു യുവതിയെ സ്നേഹിച്ചു. ചാടിക്കയറുള്ള സ്നേഹമൊന്നുമല്ല. ആരാധനയോടെ വന്നു വിഷമങ്ങൾ, സങ്കടമൊക്കെ എഴുതി അറിയിച്ചു. എഴുത്തുകളിലൂടെ സ്നേഹം അത് വളർന്നു. അന്ന് തലയിൽ ധാരാളം മുടിയുണ്ടായിരുന്നു. കണ്ടാലും കൊള്ളാമായിരുന്നു. ഞാൻ അവർക്ക് ഒരു 400 കത്തുകൾ എഴുതി. അവരെനിക്കും. ഇടയ്ക്ക് ഒരു കത്ത് എൻ്റെ ചോരയിൽ പേന മുക്കി എഴുതി അയച്ചു. എൻ്റെ ഇടതു കൈയുടെ മോതിരവിരൽ മുറിച്ചു. ആ അടയാളം ഇപ്പോഴുമുണ്ട്. അതിൻ്റെ എല്ലാം ഓർമ്മയ്ക്കായി. സാഹിത്യത്തിന് വേണ്ടി എനിക്ക് കിട്ടി കഷണ്ടി. മനസ്സിലാവുന്നുണ്ടോ? എനിക്കിപ്പോൾ ബാഹ്യമായ വലിയ സൗന്ദര്യമില്ല, വലിയ വിദ്യാഭ്യാസവുമില്ല. എങ്കിലും ഞാൻ സംതൃപ്തനാണ്. മറ്റേ സംഗതി, ആദ്യത്തെ പ്രേമം, അതിൻ്റെ കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. 6 കൊല്ലം ഞങ്ങൾ സ്നേഹിച്ചു. എന്നിട്ട് ഞാൻ ആ സ്ത്രീയെ തൊട്ടിട്ടില്ല. ഒടുവിൽ കത്തുകളെല്ലാം തിരികെ അയച്ചു കൊടുത്തു. കല്യാണം അത് നടന്നില്ല. മരിച്ചുപോയി. ആത്മാവിന് ഞാൻ ശാന്തി നേർന്നു. ഇങ്ങനെ പോകുന്നു ആ കഥ. ദേവിക്ക് കേൾക്കണോ ഒരു രസം? ദേവിക്ക് മറുപടി അയക്കണ്ട എന്നും കാണിച്ചുള്ള കത്ത് വന്നപ്പോൾ 1500 രൂപയുടെ ഒരു ചെക്ക് എഴുതി അയക്കാൻ തോന്നി. ആ പേന പിന്നെ ഉപയോഗിക്കരുതെന്ന് തോന്നിയതിനാൽ അയച്ചില്ല. ഒരു സാധാ സഹോദരനായിട്ടാണ് ദേവിക്ക് എന്നെ വേണ്ടതെങ്കിൽ കൊള്ളാം. അങ്ങനെ സ്വീകരിക്കൂ പ്രിയപ്പെട്ട കുയിലേർത്തി. അതോ കുയില് പെങ്ങളോ? കുയിലിന് ഇഷ്ടമെങ്കിൽ കാക്കയ്ക്ക് പേന തരൂ. കഥയും അയക്കുക. പ്ലോട്ടാക്കുന്ന കാര്യം. ദൈവകൃപയാൽ പ്ലോട്ടുകൾ സുലഭം. പ്ലോട്ടിന് എനിക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. എഴുതി ഫലിപ്പിക്കാനുള്ള വിഷമവും മടിയുമേ ഉള്ളൂ. വേറെ വിശേഷമൊന്നുമില്ല. പരമസുഖം. ദേവിക്കും സുഖമാണെന്നുള്ള വിശ്വാസത്തോടെ സഹോദരൻ ബഷീർ. ദേവിക്ക് അയച്ചു. പിറ്റേ ദിവസം ഒരു പഴയ ബ്ലാക്ക് ബോർഡ് പേന തന്നു. ഒരു വലിയ കവറും. മറ്റേ എഴുത്തിലെ ടോൺ എനിക്ക് പിടിച്ചില്ല. മുമ്പത്തേതിലൊക്കെ തമാശയെങ്കിലും ഉണ്ടായിരുന്നു. ആ പിന്നെ ഇനി എങ്ങനെയാണ് കുയിലെ എഴുതേണ്ടത്? പ്രേമം വേണമല്ലേ? പ്രേമം. സഹോദരൻ എങ്ങനെയാണ് പ്രേമം തരിക? നാടകം എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. ഈ കത്ത് വായിച്ച് നാളെ മടക്കി തരണം. കത്താണോ? കഥയുടെ ഒരു ചട്ടക്കൂട്. എൻ്റെ കഥയാണ്. അയച്ചു തന്ന മറ്റേ വൃത്തികെട്ട എഴുത്തിന് ഒരു ബിസിനസ് മറുപടി അയച്ചിട്ടുണ്ട്. നല്ലത്. ദേവി, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. ഉടനെ ദേവി ഒരു കവിത ചൊല്ലി. തകരുമേൻ മാനസം എന്ന് തുടങ്ങുന്ന കവിത. കൂട്ടത്തിൽ പെണ്ണിൻ്റെ വിശദീകരണവും. എനിക്ക് ധാരാളം കവിതകൾ അറിയാം. വളരെ ഞാൻ കാണപ്പാടം പഠിച്ചിട്ടുണ്ട്. എൻ്റെ കവിതയെ എനിക്കറിയൂ. ഞാനൊന്നും മനസ്സിലാവാത്തനെ പോലെ ഗുഡ് ബൈ പറഞ്ഞു പോന്നു. ദീർഘമായ കത്ത് പിറ്റേ ദിവസം ഒരു ബുക്കിൽ വെച്ച് തന്നു. ആദ്യത്തേത് തിരികെ കൊടുത്തു. വായിച്ചു നോക്കി. ദേവിയുടെ ദുഃഖകരമായ കുടുംബ ചരിത്രം.
എല്ലാ സമുദായങ്ങളിലെയും കുടുംബചരിത്രം ഇതുപോലെയൊക്കെ തന്നെയാണ്. അമ്മയും അച്ഛനും തമ്മിലുള്ള സ്വരച്ചാർച്ചയില്ലായ്മ മുതൽക്കാണ് തുടക്കം. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു നായർ തറവാടിൻ്റെ ചിത്രം. വളരെ സമയം എടുത്തിട്ടുണ്ട് ഇത് എഴുതാൻ. കത്തു സാധാ സഹോദരനുള്ളതല്ലേ? പ്രിയ സുഹൃത്തെ ബഷീർ, അന്ന് എനിക്ക് 7 വയസ്സ് പ്രായമുണ്ട്. ഒരു തേങ്ങ, ഹൃദയം പൊട്ടുന്ന ഒരു തേങ്ങ, അതെന്നെ ഒരു മുറിയിലേക്ക് ആകർഷിച്ചു. സംഗതി ഒന്നും മനസ്സിലായില്ല. അമ്മ കരയുന്നത് കണ്ടു. ജ്യേഷ്ഠന്മാർ അപ്പുറത്ത് വരുന്നതും കോപിഷ്ഠനായ അച്ഛൻ കണ്ണുരുട്ടുന്നതും. അമ്മ പറഞ്ഞു, എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. ഞാൻ വരില്ല അമ്മയുടെ കൂടെ, എനിക്ക് പഠിക്കണം എന്ന് ഞാനും. അമ്മ പൊട്ടിക്കരഞ്ഞു. അച്ഛനും അന്താളിച്ചു. എനിക്ക് വിശേഷിച്ച് ചെയ്യേണ്ടതായി ഒന്നും തോന്നാഞ്ഞതിനാൽ ഞാൻ അവിടെ വിട്ടു. അതൊരു സംഭവം. അതിൻ്റെ ഭവിഷ്യത്തുകളെപ്പറ്റി ഞാൻ ആലോചിച്ചില്ല. ആലോചിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ ഒരു കാലത്തും അച്ഛനും അമ്മയും കളിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആ കളി ബാക്കി ഏട്ടന്മാരും കുട്ടികളും കളിക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കും, അഭൂതപൂർവമായ ഒരാവേശത്തോടെ, കാരണരഹിതമായ ഒരു ഭീതിയോടെ ഞാൻ അങ്ങനെ നിന്നു പോകാറുണ്ട്. 7 വയസ്സായ ഒരു ബാലിക. ലോകം അവളെ അങ്ങനെ സ്വാഗതം ചെയ്യൂ. ഞാൻ എപ്പോഴും ചിരിക്കും, പാട്ടുപാടും, കളിക്കും. വലിയ ഒരു വീട്ടിലായിരുന്നു ഞങ്ങളുടെ താമസം. ഞങ്ങൾക്ക് പുറമെ 15 പേര്. ക്ലാർക്ക് വേല ചെയ്തിരുന്നതും അവിടെ തന്നെയാണ്. ആഫീസും ഗൃഹവും. ഓർമ്മകൾ. ബാല്യകാലം കഴിച്ചു കൂട്ടിയ വിദൂരമായ ആ പട്ടണം. കൊല്ലം കൈക്കുളങ്ങരശ്ശേരി. ആനവാതിലിന് സമീപം. റോഡിനടുത്തായിരുന്നു വീട്. അവിടെ നിന്ന് നോക്കിയാൽ എപ്പോഴും കാണുന്നത് അറേബ്യൻ സമുദ്രത്തിലെ പ്രശാന്ത സുന്ദരമായ ആകാശം മുട്ടുന്ന ഭാഗം. അതിരില്ലാതെ അലകൾ വന്നലയുമ്പോൾ അവയുടെ അടുത്തണയുവാൻ ഞാൻ ശ്രമിക്കും. സുഖകരമായ ഒരു ജീവിതം. 7ാമത്തെ സന്താനം. ആദ്യത്തെ മകൾ. അനന്തമായ അന്തർദാഹത്തിന് അറുതി വരുത്തിയ അരുമ സന്താനം. ഓർമ്മകൾ. ഞാൻ എപ്പോഴും അച്ഛനും അമ്മയും കളിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. എൻ്റെ കൂട്ടുകാർ എപ്പോഴും ആൺകുട്ടികളായിരുന്നു. ജ്യേഷ്ഠന്മാരോടൊപ്പം നടക്കുമ്പോഴും കളിക്കുമ്പോഴും പ്രിയപ്പെട്ട അച്ഛൻ്റെ കൈയും പിടിച്ച് കൊച്ചു പിലാമൂട് മൈതാനത്തിൽ ആത്തുമ്പോഴും എനിക്കെന്തൊരു പവറായിരുന്നെന്നോ. മാനേജർ അദ്ദേഹത്തിൻ്റെ മകൾ. എല്ലാവർക്കും കണ്ണിലുണ്ണി. ഞാൻ മുറുക്കാനും മറ്റും ഗുമസ്തന്മാർക്ക് അമ്മ അറിയാതെ എടുത്തുകൊണ്ടുപോയി കൊടുക്കും. ചിരിക്കും, കളിക്കും. അങ്ങനെ പ്രായം കടന്നു തുടങ്ങി. ഒന്നിനെയും വകവയ്ക്കാതെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് എനിക്ക് വളരെ ഔത്സുക്യമുണ്ടായിരുന്നു. അക്കാലത്തും പത്രങ്ങൾ വായിക്കും, വാദപ്രതിവാദം നടത്തും. മഹാത്മജിയെപ്പറ്റി കേൾക്കുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ എങ്കിലും സന്തോഷം കൊണ്ട് തുള്ളും. ഞാൻ അദ്ദേഹത്തെ പോലെ ആവണേ എന്ന് പ്രാർത്ഥിക്കും. അച്ഛനോട് ഞാൻ പറയും, അച്ഛാ, ഞാൻ വലുതായാൽ ഗാന്ധിയാകും. ഗാന്ധിജി പെണ്ണോ ആണോ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അച്ഛനും അമ്മയും മറ്റും പൊട്ടിച്ചിരിക്കും. ഓർമ്മകൾ. പഠിത്തത്തിൽ ഒന്നാമതായ വിവരം ഞാൻ എല്ലാവരോടും പറയും. ഉപന്യാസം വായിച്ചപ്പോൾ ഹെഡ് മാസ്റ്റർ ഞാൻ മിടുക്കിയാണെന്ന് പറഞ്ഞു. ഞാൻ എത്ര തവണ ഓരോരുത്തരോടും അത് പറഞ്ഞു. ഒരു ദിവസം മുഴുവൻ വീട്ടിൽ വന്നപ്പോൾ അവിടെ മഹാകവി വള്ളത്തോളുണ്ടായിരുന്നു. നാലപ്പാട്ട് നാരായണ മേനോനും വേറെ പലരും. ഹെഡ് മാസ്റ്റർ ഞാൻ മിടുക്കിയാണെന്ന് പറഞ്ഞതായിരുന്നു എൻ്റെ ചിന്ത. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഹെഡ് മാസ്റ്റർ ഞാൻ മിടുക്കിയാണെന്ന് പറഞ്ഞു. അച്ഛൻ സസ്നേഹം ഒന്ന് പുറത്തു തട്ടി. എല്ലാവരും ചിരിച്ചു. മഹാകവിക്ക് സംഗതിയൊന്നും മനസ്സിലായില്ല. നാലപ്പാടാൻ കയ്യിൽ വിരലുകൊണ്ട് എഴുതി കാണിച്ച് മനസ്സിലാക്കി. എന്നോട് പറഞ്ഞു അടുത്തു ചെല്ലാൻ. ഞാൻ ചെന്നു. മഹാകവി എന്നെ ചാരു കസേരയ്ക്കരികെ പിടിച്ചു നിർത്തി. ആ വല്ലാത്ത ഉണങ്ങിപ്പൊട്ടിയ പരുപരുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഞാനൊരു മഹാപ്രാസംഗികയാകുമെന്ന്. എല്ലാവരും ചിരിച്ചു. മഹാകവിയുടെ വാക്കുകൾക്ക് ഞാൻ വില കൽപ്പിച്ചില്ല. എൻ്റെ സഹപാഠികളാരും മഹാകവിയെ അറിയുകയില്ല. അവരറിഞ്ഞെങ്കിലല്ലേ എനിക്ക് കാര്യമുള്ളൂ. പെൺകുട്ടികൾ ഇങ്ങനെ ഒതുക്കമില്ലാതെ ആയാലോ? അമ്മ ചോദിച്ചു. വിടരാറായ പുഷ്പം, സ്ത്രീത്വം, സ്ത്രീ സഹജമായ ഒരു സങ്കോചം, അതൊക്കെ എനിക്ക് പുത്തരിയായിരുന്നു. അന്നു മുതൽ ഒരാഗ്രഹം കൂടിക്കൂടി വന്നു. ചിരിക്കണം, കളിക്കണം, വലിയ ഉദ്യോഗത്തിന് പോകണം, പ്രസംഗിക്കണം, മഹാകവിയാവണം. അങ്ങനെയും കഴിഞ്ഞു കുറച്ചു കാലം. ഓർമ്മകൾ. ഞങ്ങൾ ഇവിടെ എത്തി. എനിക്ക് വയസ്സ് 14ആയി. തനി തങ്ക നിറം. ഏട്ടന്മാർ എന്നെ ഫുട്ബോൾ എന്നാണ് വിളിക്കുക. ഓവൽട്ടിനും സനോജേട്ടനുമായി അങ്ങനെ കുറച്ചു കാലം. അന്നും പ്രസംഗ മണ്ഡപം വിട്ടില്ല. കവിതയും എഴുതി തുടങ്ങി. എഴുത്തുകൾ പോലും കവിതയിൽ. എല്ലാവരും ചിരിക്കും, ഞാനും ചിരിക്കും. കുട്ടികൾ ചിലർ എന്നെ അഹംഭാവി എന്ന് വിളിച്ചു. ആര് വിലവയ്ക്കും? ടീച്ചറിന് എന്നെ ഇഷ്ടമാണ്. ക്ലാസ്സിൽ ഒന്നാമതും. അന്ന് അച്ഛനും അമ്മയും കൊട്ടാരക്കരയാണ്. ഒരു ദിവസം തീയതി ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങൾ കൊട്ടാരക്കര പോയിരിക്കുകയാണ് സ്കൂൾ പൂട്ടലിന്. രാത്രി ഉറക്കത്തിൽ നിന്ന് ഞാൻ പെട്ടെന്നുണർന്നു. സ്വതേ പേടി അധികമുള്ള ഞാൻ അമ്മയുടെ അടുത്താണ് കിടക്കുക. അമ്മയെ തപ്പി നോക്കി, കണ്ടില്ല. അതിനിടയിൽ ഒരു കരച്ചിൽ കേട്ടു. സന്തോഷകരമല്ലാത്തൊരു സംഭാഷണവും. ഞാൻ വളരെ കഥകളും പുസ്തകങ്ങളും വായിച്ച 14 വയസ്സായ ഒരു ബാലികയാണെന്ന് മറക്കരുത്.
ഒരു ആളിക്കത്തൽ. തലയാകെ പുകഞ്ഞു. അമ്മയുടെ ദയനീയവും പേടിച്ചതുമായ ശബ്ദം. എനിക്കിഷ്ടമില്ല. എന്നെ ഉപദ്രവിക്കരുത്. അമ്മയുടെ കരച്ചിൽ. അച്ഛൻ്റെ ശബ്ദം. ഞാനും കരഞ്ഞു. ശബ്ദമില്ലാതെ, മൂക്ക് ചീറ്റാതെ കരഞ്ഞു. ഹോ, അതൊരു ഭയങ്കര നാടകത്തിൻ്റെ നാന്തിയായിരുന്നുവെന്ന് ആരറിഞ്ഞു? സ്കൂൾ തുറക്കാറായി. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഇടയ്ക്ക്, അതായത് 5, 6, 7 എന്നീ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നപ്പോൾ അച്ഛന് ജോലി ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ ഇവിടെ ചേർന്നു. പിന്നീട് സ്റ്റേറ്റ് മാറിയതുകൊണ്ട് വിഷമം വന്നെങ്കിലോ എന്ന് കരുതി എന്നെയും ഇവിടെ പഠിക്കുന്ന ഏട്ടന്മാരെയും അച്ഛൻ്റെ മരുമകനെയും ഇവിടെയാക്കി. ഒരെഴുത്ത് കിട്ടി, അച്ഛൻ്റേത്. അമ്മയെ വീട്ടിൽ കൊണ്ടാക്കാൻ ജ്യേഷ്ഠനോട് ആവശ്യപ്പെട്ടുകൊണ്ട്. അച്ഛനില്ലാതെ അച്ഛൻ്റെ യാതൊന്നും അനുഭവിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത അമ്മ നാട്ടിലേക്ക് പോയി. ഇതിനിടയിൽ അച്ഛൻ സമ്പാദിച്ച സ്വത്തെല്ലാം ഞങ്ങൾക്ക് ദാനം ചെയ്തു കഴിഞ്ഞിരുന്നു. ഓരോരുത്തർക്കും ഇന്നതാണെന്ന് രജിസ്റ്റർ ചെയ്ത ഓഹരി ദാനാധാരം. അതിൽ അദ്ദേഹത്തിൻ്റെ ഓമനപുത്രിക്ക് മാത്രം 25,000 കായുടെ സ്വത്ത് കൊടുത്തിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം സ്വത്ത് കൊടുത്തു. മേൽന്വേഷണം മാത്രം അച്ഛൻ്റെ അധികാരം. എനിക്ക് വയസ്സ് 15ആയി, 10ാം ക്ലാസ്സിൽ. ഒരു മരുമക്കത്തായിയായ അച്ഛൻ ഞങ്ങൾക്ക് സ്വത്ത് തന്നതിൽ പ്രത്യേകിച്ച് ആൺമക്കൾക്ക് വ്യസനിക്കാൻ തുടങ്ങി. പക്ഷേ കാര്യം കഴിഞ്ഞുപോയി. പ്രകൃതിയിലും അറപ്പുളവാക്കുന്ന അച്ഛൻ്റെ മരുമക്കളെ മാത്രമേ ജ്യേഷ്ഠന്മാർ വിവാഹം ചെയ്യാവൂ എന്ന് അച്ഛൻ കൽപ്പിച്ചു. ഉള്ളതിൽ നല്ലവരെ മൂത്ത ജ്യേഷ്ഠന്മാർ വിവാഹം കഴിച്ചു. ബാക്കിയുള്ളവരെ മറ്റു സഹോദരന്മാർ വിവാഹം ചെയ്യണം ആജ്ഞ. ഉപരിവിദ്യാഭ്യാസം ചെയ്യൂ. പച്ചപ്പരിഷ്കാരികളായി ജീവിച്ചിരുന്ന ജ്യേഷ്ഠന്മാർ അച്ഛൻ്റെ ആജ്ഞ ലംഘിച്ചു. വിവാഹം ചെയ്യാൻ കൂട്ടാക്കിയില്ല. അച്ഛൻ ക്രൂരമായി പെരുമാറി. ഒരു ദിവസം രാവിലെ 2ാമത്തെ ജ്യേഷ്ഠൻ കരഞ്ഞുകൊണ്ട് ഇന്ത്യ വിട്ടു. 3ാമത്തെ ജ്യേഷ്ഠൻ റങ്കൂണിലെത്തിയ വിവരത്തിന് 3 മാസം കഴിഞ്ഞ് ഒരെഴുത്ത് കിട്ടി. വിതുമ്മിക്കരഞ്ഞു. ജ്യേഷ്ഠന്മാരുടെ മനോവേദന കൊണ്ട് സ്വന്തം മാതാവിനോട് കൂടി പോലും യാത്ര പറയാതെ പോകേണ്ടി വന്ന അവരെ ഓർത്ത് ഞാൻ കരഞ്ഞു. അമ്മ നാട്ടിൽ, അവിടെയും. വീട്ടിൽ മുഴുവൻ സമയവും കരഞ്ഞു. അപ്പോൾ ഒരു ഭയം തോന്നി. ഹിന്ദി, ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, കൂടാതെ സ്കൂൾ വിദ്യാഭ്യാസവും. പിടിപ്പത് പണിയായി. ക്ഷീണം കൊണ്ട് രാത്രി ഉറങ്ങും. കരയാൻ സമയം കുറച്ചു. പുറമേയുള്ളവർ അത്ഭുതപ്പെട്ടു. അസാധ്യ ബുദ്ധിശക്തി. എപ്പോഴും ചിരിക്കുന്ന കുട്ടി. അഹോ ലോകമേ, ആ പിഞ്ചു ഹൃദയം പൊട്ടിയ പൊട്ടൽ. നിശബ്ദ വിലാപങ്ങൾ ഒരാൾ മാത്രം കേട്ടു, ദൈവം. അദ്ദേഹത്തിൻ്റെ മാരടത്തിൽ തൻ്റെ ശിരസിനെ ചായച്ച് അവൾ ആശ്വസിച്ചു. അനുകമ്പയുടെ അപ്രത്യക്ഷമെങ്കിലും അനുസ്യൂതമായ വിശ്വാസങ്ങൾ അവളുടെ ഹൃദയത്തെ തണുപ്പിച്ചു. എന്തുകൊണ്ടെന്ന് പറയാനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 12 വയസ്സു മുതൽ ഞാൻ ഒരു ശുഭ്രവസ്ത്രധാരിയായി മാറി. പണമുണ്ട്, എന്നാലും ആ കുട്ടിയെ നോക്ക്, നിറക്കുളം തുളുമ്പില്ല എന്ന് പറഞ്ഞിരുന്നു ചിലർ. ആഭരണങ്ങളും ഉപയോഗിച്ചിരുന്നില്ല. ഒരാദർശ ബാലികയെപ്പോലെ ഏറ്റവും എളിയ നിലയിലുള്ള ഒരു ജീവിതം നയിച്ചു. അന്നും പഠിത്തത്തിൽ ഒന്നാമതായിരുന്നു ഞാൻ. പ്രസംഗത്തിലും കവിതയിലുള്ള വാസന കുറഞ്ഞു തുടങ്ങി. അന്നെൻ്റെ തൂക്കം 118 റാത്തൽ. ഇതിനിടയിൽ അച്ഛനെപ്പറ്റി പല കഥകളും ഞാൻ കേട്ടു. അതിഭയങ്കരമായ കഥകൾ. പാപശങ്ക മൂലം എൻ്റെ ഹൃദയം അദ്ദേഹത്തോട് ഒന്നുകൂടി അടുത്തു. ഞാനെങ്കിലും മാപ്പ് കൊടുത്തില്ലെങ്കിൽ അച്ഛനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മയോട് അച്ഛൻ ചെയ്തിട്ടുള്ള കഠിനക്കൈകൾ നിഷ്കാമമായി അമ്മ ആർക്കു വേണ്ടി സഹിച്ചുവോ ആ സന്താനങ്ങൾ അവരിൽ നിന്ന് വേർപെട്ടു. അന്യരാജ്യത്ത് അമ്മയുടെ മനഃശാന്തിക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു.